ഈ സാമ്പാർക്ക് വേറെ ആർക്കും ഒരു പങ്കുമില്ല എന്ന് പറയണത് പച്ചക്കളവായി പോവും. ഞാൻ സത്യസന്ധമായി പറയാം, ഇത് ഞങ്ങൾ അയലോക്കത്തെ ചേച്ചിന്റെ റെസിപ്പിയാണ്. ആദ്യമൊന്നും സാമ്പാർ എങ്ങനെ വെച്ചാലും നന്നാവില്ല. അപ്പൊ ചേച്ചി ഇടപെട്ടപ്പോഴാണ് എന്റെ സാമ്പാർ അടിപൊളിയായി തുടങ്ങിയത്. ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഇതുപോലെയാണ് സാമ്പാർ വെക്കാറ്. ഇത് എഡിറ്റ് ചെയ്ത് ചേച്ചിക്ക് കാട്ടി കൊടുത്തപ്പോ ചേച്ചിക്ക് സന്തോഷമായി. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു കുക്കർക്ക് ആദ്യം പരിപ്പ് വിസിലടിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് 1/2 കപ്പ് പരിപ്പാണ്. ഇത് ആദ്യം കുതിർത്തിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 1/2 കപ്പ് പരിപ്പിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിലടിപ്പിച്ചവിടെ വെച്ചാൽ മതിയാവും. അപ്പോൾ അപ്പക്കപ്പളെ നല്ല കിടിലൻ സാമ്പാർ നമുക്ക് റെഡിയാക്കാം. ഇത് വിസിലടിച്ച് ആവിയൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിപൊളിയാക്കി ചുറുക്കിലും ഇങ്ങോട്ട് അരിഞ്ഞെടുത്ത പച്ചക്കറിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചക്കറികൾ തന്നെ അന്തമിട്ട് ഉണ്ടാവും. എന്തപ്പന്നെ അങ്ങനെ ചുറുക്കിലൊക്കെ വെച്ചിക്കണെന്നൊക്കെ വിചാരിച്ചിട്ട് ഓൽക്കും സന്തോഷമായിട്ടോ. ഓലെ സന്തോഷമല്ല നമ്മളെ സന്തോഷം. ഇനി ഇവരെ നമ്മളെ കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി. ആദ്യം ഞാൻ ചാടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവരാകെ കടിപിടി കൂട്ടുണ്ട്. ഇതിലിപ്പോ ഞാനാ കുടുങ്ങിയത്. എന്തായാലും ഇവരെ ഒന്നായിട്ട് തട്ടി കൊടുത്തുക്കണേ ഞാൻ. പിന്നെ ഇതിലേക്ക് ആവശ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ്. കൂടെ ആവശ്യത്തിനും ഉപ്പും. നമ്മൾ നേരത്തെ പരിപ്പ് വേവിച്ചപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചതാണ്. ഇപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിലും കൂടെ അങ്ങോട്ട് അടുപ്പിച്ചെടുത്തോളി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരൊറ്റ വിസിലിന്റെ എണ്ണം കൂടിയാ സാമ്പാർ പണിവാളും. ഇനി ഇതിന്റെ ആവി കളയേ അതിൻ്റെ ഒന്നും ഒരാവശ്യമല്ല. സാമ്പാറിന്റെ കഷ്ണങ്ങളൊന്നും വെന്തടയൂല. അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് തന്നെ നമുക്കറിയാം. ഇനിയിപ്പോ കുക്കറിന്റെ ആവി പോകാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഒരു ഉരുളിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി നന്നായി ചൂടായ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചോളി. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 4ഓ 5ഓ വെണ്ടക്ക ഇതിലുണ്ട്. നേരത്തെ പച്ചക്കറിയിൽ വെണ്ടക്കല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതും കൂടി ഇങ്ങോട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വഴച്ചെടുത്താൽ മതിയാകും. കുക്കറിൽ വിസിലടിച്ചാൽ വെന്തോടെയാണ് ആകുള്ള ഒരു പച്ചക്കറി ഈ ഒരു വെണ്ടക്കയാണ്. ഇത് നമ്മൾ ആ കറക്റ്റ് പെർഫെക്റ്റിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ വാട്ടി തന്നെ ഇടണം. ഇത് ഒന്ന് വാടി വരുന്ന നേരം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, കൂടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട, ഓരോ ചുവടായിട്ട് അപ്പക്കപ്പഴേ ചെയ്തോളി. പിന്നെ ഇതിലേക്ക് ആവശ്യം 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടിയാണ്. ഇതിവിടെ കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടിയാണ്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും. ഇത്രയും മതിയാകും. നമ്മളെ വെണ്ടക്ക നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനി കോരി മാറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുക്കർ ഒന്ന് വെയിറ്റ് ചെയ്ത് ആവി പോകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. അത് ആവി പോകുന്ന നേരം ഈ പണികളൊക്കെ ചെയ്താൽ 5 മിനിറ്റിന് നമുക്ക് അടിപൊളി സാമ്പാർ നമുക്ക് റെഡിയാക്കാൻ കഴിയും. ഇനി ഇതിലേക്ക് പ്രധാനമായിട്ടും ചേർത്ത് വെക്കേണ്ട ഒരു സാധനമാണ് ഞാൻ പറയണത്, കായം. ഇതില്ലാതെ സാമ്പാറില്ല. സാമ്പാറിൻ്റെ ആ ടേസ്റ്റ് നിശ്ചയിക്കുന്നത് തന്നെ ഈ ഒരു കായാണ്. അപ്പം അത്യാവശ്യം ഒരു ചെറിയ നെല്ലിക്കൻ്റെ ഒരു വലിപ്പത്തോളം കായം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിലിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് വറുത്ത് ഇങ്ങോട്ട് എടുക്കുകയാണ് വേണ്ടത്. ഈ വറുത്തെടുത്ത കായം ആ സാമ്പാറിലേക്ക് ഇങ്ങനെ പൊടിച്ചിടുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു സാമ്പാറിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പം ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റി പൊരിച്ചിങ്ങോട്ട് എടുത്തോളി. ഇതുപോലെ നല്ലോണം ഇങ്ങോട്ട് പൊരിച്ചെടുക്കുക. അത്രയും മതിയാകും. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിത്തെറിച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ മസാലക്കൂട്ട് ഇത് ഓരോന്നോരോന്നായി ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബൗളിലേക്കൊക്കെ ഒരുമിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മസാലപ്പൊടിയും കൂടി ഇങ്ങോട്ട് ചേർത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ നന്നാക്കി ഇങ്ങോട്ട് അതിന്റെ പച്ചമണം മാറോളം ഇങ്ങോട്ട് ഇളക്കി എടുത്തോളി. ഈ കുറച്ച് മതിട്ടോ. ഈ പൊടികളൊക്കെ കരിഞ്ഞ സാമ്പാറിന്റെ ടേസ്റ്റ് മാറും. ആ പച്ചമണം മാറോളം ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കടന്ന് ഇങ്ങനെ ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യം പുളിവെള്ളമാണ്. ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങോട്ട് പിഴിഞ്ഞ് ഇതേപോലെ വെള്ളമാക്കി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളി. ആ പൊടിയും ഈ വെള്ളവും ഒക്കെ പാടെ അങ്ങോട്ട് നന്നായി അങ്ങോട്ട് മിക്സായതിനു ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കായം അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കല്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിച്ചിട്ട് കൊടുത്താൽ മതി. കാരണം ഇത് അലിഞ്ഞു പോകും കേട്ടോ. അതിൽ പെട്ടെന്ന് അലിയുന്ന ഒരു സാധനമാണ് കായം. അപ്പം അതിങ്ങനെ പിച്ചിട്ട് കൊടുക്കുക. പിന്നെ വെണ്ടക്ക, കൂടെ വിസിലടുപ്പിച്ച് വെച്ച പരിപ്പും പച്ചക്കറിയും അതും കൂടി ഇങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് ഇങ്ങോട്ട് കഷ്ണങ്ങളൊന്നും ഉടയാതെ നല്ല ഉഷാറായി ഇങ്ങോട്ട് ഇളക്കിയെടുത്തോളി. കണ്ടാലറിയാം കഷ്ണങ്ങളൊന്നും മുരിങ്ങാക്കായി വരെ വെന്തുടങ്ങിയിട്ടില്ല.
പരിപ്പൊക്കെ ഇതാക്കണ് നല്ല ആവശ്യത്തിന് അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ കായത്തിന്റെയും ആ സാമ്പാർ പൊടിന്റെ ഒക്കെ ആ കൂട്ടിലേക്ക് ഈ പച്ചക്കറിയും കൂടി ഇങ്ങോട്ട് ഇട്ട് ഇളക്കി കറിവേപ്പില അവസാനം ചേർത്താൽ മതി. ഇത് നമ്മളെ വീട്ടുമുറ്റത്തുണ്ടായ നല്ല ഇളമ്മ കറിവേപ്പാണ്, നല്ല മണം ചുരുള്ള. അപ്പൊ അതും കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇതിത്തെ പച്ചക്കറികളൊക്കെ വെന്തതായതുകൊണ്ട് ഇത് നമുക്ക് കൂടുതൽ നേരം ഇങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തിളച്ചാ ഓഫാക്കുക. ഇതിനി ചൂടാറി ഒന്നും കൂടെ കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മുരിങ്ങക്കായ് വരെ വെന്തുടഞ്ഞിട്ടില്ല. അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ടേസ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ റെസിപ്പികൾ വീണ്ടും വീണ്ടും കാണണമെങ്കിൽ ആ സബ്സ്ക്രൈബും കൂടെയാണ് ആക്കിയിട്ടോളി. അപ്പൊ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്നും കമന്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ മക്കളെ. അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.